നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മീറ്റർ പലിശ മേടിക്കുന്നതല്ലേ തന്റെ അധ്വാനം? അതെന്താ ജോലിയല്ലേ? ശരി, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം. പക്ഷേ ഇടപാടിന്റെ പേരില് നിങ്ങൾ എന്തിനാ വല്യച്ഛനെ കുടുക്കിയത്? വിജയവത്നം പറഞ്ഞിട്ടാ ഞങ്ങൾ ആ കമ്പനിയിലേക്ക് കാശിട്ടത്. ദിവസവും വരുമാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പെട്ടുപോയതാ. എന്നിട്ട് നിങ്ങക്ക് വരുമാനമൊന്നും കിട്ടിയില്ലേ? 2 മാസത്തോളം കൃത്യമായിട്ട് വരുമാനം കിട്ടി. പിന്നെയാ കമ്പനി കാശുമായിട്ട് മുങ്ങിയത്. അപ്പോ 2 മാസം വരുമാനം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെയല്ലേ ക്യാഷ് നിക്ഷേപിച്ചത്? പിന്നെന്തിനാ വല്യച്ഛന്റെ പേരിൽ പഴിച്ചായിരുന്നേ? വിജയവത്നം നിർബന്ധിച്ചിട്ടാ ഞാനും എന്റെ ഫ്രണ്ട്സും കാശിട്ടത്. ഞങ്ങൾക്കത് കിട്ടിയേ പറ്റൂ, അല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല. അതിന് ആരിടപെട്ടാലും അങ്ങനെ തന്നെ. അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയാൻ വരട്ടെ. വല്യച്ഛൻ നിർബന്ധിച്ചിട്ടാണോ ഇയാള് ക്യാഷ് ഇട്ടത്? അതേ ഭാവനെ. എങ്കിലും എനിക്ക് വരുമാനം വരുന്നുണ്ടെന്ന് ബോധ്യമായിട്ടാ കാശിട്ടുള്ളൂ. അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യൂ. വല്യച്ഛനെയൊക്കെ എന്തൊക്കെ പ്രൂഫാ കൊടുത്തിട്ടുള്ളത്? ഞാൻ ഒപ്പിട്ട 4 പത്രം കൊടുത്തിട്ടുണ്ട്. എപ്പോഴാ വല്യച്ഛൻ പത്രം കൊടുത്തത്? ഈ ക്യാഷ് ഇട്ടപ്പോഴാണോ അതോ കമ്പനി മുങ്ങിയതിന് ശേഷമാണോ? കമ്പനി മുങ്ങിയതിന് ശേഷമാ ഭാവന. ഇവരെല്ലാരും കൂടെ ഇവിടെ വന്ന് പപ്പേട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടാ ഒപ്പിട്ട് വാങ്ങിച്ചത്. പക്ഷെ അപ്പോഴും ഇത്രയും വലിയ തുകയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ താൻ ബുദ്ധിപൂർവം തന്നെയാണ് വല്യച്ഛനെ കുടുക്കിയതല്ലേ? പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ കാശ് പോട്ടേന്ന് വെക്കണോ? കാശ് കൊടുക്കാൻ അറിയാമെങ്കിൽ അത് തിരികെ വാങ്ങാനും എനിക്കറിയാം. വിജയോത്മ, ഇനി താൻ ആരെയൊക്കെ ഈ പ്രശ്നത്തിൽ